മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിന്റെ ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടൽ. വിവേകിന്റെ ക്ഷേത്ര ദർശനം അതീവ രഹസ്യ സ്വഭാവത്തോടെ വേണമെന്നായിരുന്നു നിർദ്ദേശം. ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച ജനം ടിവിയുടെ പ്രതിനിധി രാജു ഗുരുവായൂരിനെ ആക്രമിച്ചതും സംഭവം പുറത്താകുമെന്ന ഭയത്താലാണ്. രാജു ഗുരുവായൂരിനെതിരെയുള്ള അതിക്രമത്തിൽ പ്രതിഷേധം ശക്തമാവുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരൺ ഇന്നലെ വൈകുന്നേരമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയത്. അതീവ രഹസ്യമായി എത്തിയ മുഖ്യമന്ത്രിയുടെ മകന് ദർശനത്തിനുള്ള എല്ലാ സൗകര്യവും ദേവസ്വം തയ്യാറാക്കിയിരുന്നു. എന്നാൽ ഈ വിവരമറിഞ്ഞ ജനം ടിവിയുടെ പ്രതിനിധി രാജു ഗുരുവായൂർ സ്ഥലത്തെത്തുകയും ദർശനം പൂർത്തിയാക്കി വന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിന്റെ ദൃശ്യങ്ങൾ തന്റെ ഫോണിൽ പകർത്തുകയും ചെയ്തു. ദൃശ്യങ്ങൾ പകർത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ വിവേകിനൊപ്പമുള്ളവർ രാജു ഗുരുവായൂരിനെ തടയുകയും കയ്യേറ്റം ചെയ്യുകയുമായിരുന്നു. ദേവസ്വം ജീവനക്കാരൻ സുമേഷിന്റെ നേതൃത്വത്തിലായിരുന്നു അക്രമം നടന്നത്. ഇവരുടെ കൂടെയുള്ള ഒരു പുരുഷനും കൂടി ഇറങ്ങി വന്നിട്ട് എന്നോട് ചോദിച്ചു, നിങ്ങൾ ഇപ്പോൾ എടുത്ത വിഷ്വൽസ് കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഈ സ്ത്രീയാണ് ആദ്യം പറഞ്ഞത്. ആരായാലും ശരി, എനിക്ക് ആ ചിത്രം ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇയാൾ പിന്നാലെ വന്നു, ഇവരുടെ കൂടെയുള്ള ആൾ പിന്നാലെ വന്നു. ഇവിടെ വന്നിട്ട് ഈ റോഡിലേക്ക് ഇറങ്ങിയ വഴിക്ക് അദ്ദേഹത്തിൻ്റെ ഈ കോളറിൽ പിടിച്ചിട്ട് പറഞ്ഞു, നീ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. സുമേഷ് വരുന്നു, എന്നെ പിടിക്കുന്നു. ഉടനെ തന്നെ എന്നെ പിടിച്ച് എൻ്റെ കൈ തിരിക്കുന്നു, അതുപോലെ കോളർ പിടിച്ച് കഴുത്ത് ചെരിക്കുന്നു. എൻ്റെ ഫോൺ എടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഫോൺ ഞാൻ എൻ്റെ പോക്കറ്റിലാണ് ഇട്ടിരുന്നത്. ആ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുക്കാനുള്ള ശ്രമം നടത്തുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ടും ഒരു തരത്തിലും ഞാൻ വഴങ്ങില്ല എന്ന് കണ്ടപ്പോൾ രണ്ടുപേരും ബലം പ്രയോഗിച്ച് എന്നെ പിടിച്ച് അവിടെ തടങ്കലിലാക്കി. തുടർന്ന് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ സ്ഥലത്തെത്തുകയും രാജുവിന്റെ ഫോണിൽ പകർത്തിയ ദൃശ്യങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്തു. സംഭവത്തിൽ ദേവസ്വം ജീവനക്കാരനെതിരെ നടപടിയെടുക്കാം എന്നതായിരുന്നു ദേവസ്വത്തിന്റെ നിലപാട്. മുഖ്യമന്ത്രിയുടെ മകൻ സന്ദർശനം നടത്തിയതിന്റെ ദൃശ്യങ്ങൾ പുറത്തുപോകരുതെന്നും പോയാൽ അത് വലിയ വിവാദമാകുമെന്നുമായിരുന്നു ഗുരുവായൂർ ദേവസ്വത്തിലെ ഉദ്യോഗസ്ഥരുടെ നിലപാട്. ഗുരുവായൂരിൽ ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് നേരെ പലപ്പോഴും ദേവസ്വം ജീവനക്കാരുടെ ഭാഗത്തു നിന്നും അക്രമങ്ങൾ ഉണ്ടാകാറുണ്ട്. പ്രതിഷേധിക്കുന്ന ഭക്തരെ കോടതി വിലക്ക് ലംഘിച്ചു എന്ന വകുപ്പുകൾ ചാർത്തി കേസെടുത്ത് ഒതുക്കുന്നതാണ് പതിവ്. കോടതിയുടെ നിയന്ത്രണമുള്ളതിനാൽ പലപ്പോഴും ഭക്തർ ഒന്നും മിണ്ടാതെ തിരികെ പോകുന്നതാണ് പതിവ്. ഈ പഴുത് മുതലെടുത്തുകൊണ്ടാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ജീവനക്കാരുടെ അഴിഞ്ഞാട്ടം. അടിയന്തരമായി ഈ വിഷയത്തിലടക്കം കോടതിയുടെ ശ്രദ്ധയുണ്ടാവണമെന്നാണ് ഭക്തരുടെ ആവശ്യം. ജനം, തൃശൂർ.